2 കോടിയോളം വിലയുള്ള 2000-ലധികം പ്രോഡക്റ്റ്സ് ഒരു ഇൻവെൻട്രിയിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം എത്ര സമയം വേണം? ഈ ഒരു സെയിം പ്രോബ്ലം കൊണ്ടാണ് ഒരാഴ്ചകൾക്ക് മുന്നേ ഒരു ക്ലയൻറ്റ് നമ്മളെ സമീപിച്ചത്. ഇവരുടെ കയ്യിൽ 2000-ലധികം സ്ക്രേപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ 2000 പ്രോഡക്റ്റ്സ് ഏതാണെന്ന് പോലും അവർക്ക് അറിയില്ല. സോ അത് അവർക്കത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 കോടിയോളം വാല്യൂ ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2000 പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അവരെടുക്കണം. ദെൻ അതിന് ഇൻവെൻറ്ററിലേക്ക് ആഡ് ചെയ്യണം. ദെൻ അതിനുശേഷം മാത്രമേ അവർക്ക് അതിനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഒരാൾ ഫോട്ടോ എടുക്കുന്നു, ഗൂഗിൾ സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്ത് ഇത് ഏതാണ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് എക്സലിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൈസ് കണ്ടുപിടിച്ച് ഓരോന്നും ഗൂഗിൾ ഷീറ്റിലേക്ക് ഇവർ മാനുവലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒരു പ്രോഡക്റ്റിന് ഏകദേശം 15 മിനിറ്റാണ് അവർക്ക് സമയം എടുത്തിരുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവരത് മാനുവലി ചെയ്യുകയാണെങ്കിൽ 10 എംപ്ലോയീസിനെ വെച്ചാൽ പോലും ഏകദേശം 2 മാസത്തെ വർക്കാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ് ക്ലയൻറ്റ് നമ്മളടുത്ത് വന്നത്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓട്ടോമേഷൻ വെച്ചുകൊണ്ട് സോൾവ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. ആസ് യു ക്യാൻ സി, വളരെ സിമ്പിളായിട്ടുള്ള ബട്ട് വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷനാണ് ഈ കാണുന്നത്. ഈ ഒരു ഓട്ടോമേഷൻ ചെയ്യുന്നത് ഇവർ മാനുവലി ഗൂഗിൾ സ്കാനർ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്തു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ആവശ്യമുള്ള ഇമേജസ് ഇവരെന്തായാലും ക്യാപ്ചർ ചെയ്യണം, ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഇമേജസ് ഇവർ ഫോൾഡർ ആക്കിയിട്ട് ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്ട്സ് ഇമേജസ് നമ്മൾ ഫെച്ച് ചെയ്ത് ജെമിനി API ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഇതിനെ അനലൈസ് ചെയ്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി പ്രൈസിങ്ങും കാര്യങ്ങളും ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടുപിടിച്ച് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഇവർക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 15 മിനിറ്റ് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ടോട്ടൽ കാര്യങ്ങൾ ഇവർ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. സോ ദ സ്റ്റോറി ഈസ് വെരി സിമ്പിൾ. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റബിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ കോസ്റ്റും ടൈമും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചുകൊണ്ട് സോൾവ് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലത്തെ ഓട്ടോമേഷൻസും മറ്റ് സൊല്യൂഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാം.